കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളിൽ പൊതുജനത്തിന് എന്താണ് പറയാനുള്ളത്? കേൾക്കാം വോയിസ് ഓഫ് ദ പീപ്പിൾ, പൊതുജനം സ്പീക്കിംഗ്. ഇവിടുത്തെ റോഡിന്റെ അപാകതയാണ് ഇതിന് ആക്സിഡന്റിന്റെ കാരണം എന്ന് മനസ്സിലാക്കണേ. കുറെ വണ്ടിക്കാരടുത്തും ഭയമുണ്ടാവും, അതിലായിട്ട് അപാകത തീർക്കണം. അതിന് ഗവൺമെന്റ് മുൻകഴിയിട്ട് ഇറങ്ങണം. അതായത് അപകടത്തിന്റെ സൂചനയുള്ള എന്തെങ്കിലും ബോർഡുകൾ അധികാരികൾ വെക്കേണ്ടതാണ്. നമ്മൾ തന്നെ 2-3 പ്രാവശ്യം അപകടങ്ങൾ നടന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 19ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്ഥലം കണ്ടാൽ ഇത്ര വലിയ ഗംഭീര സ്ഥലമോ അപകടം നടക്കുന്ന ഏരിയകളൊന്നുമല്ല. പക്ഷെ എന്തോ അറിയില്ല, ഈ ലൈന് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടിക്കാർ നിർത്തി കൊടുക്കണില്ല മെയിന്. പിന്നെ ഓവർ സ്പീഡ്, അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. ഭയങ്കര ബുദ്ധിമുട്ടില്ല. കാരണം അവിടുന്ന് വണ്ടി വരും, ഇവിടുന്ന് വണ്ടി വരും. പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴും കുട്ടികൾക്ക് കടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ഗവൺമെന്റിന്റെ അനാസ്ഥകളല്ലാതെ നമ്മൾ പറഞ്ഞതിന് പറയാനില്ല. ഒന്നും വേണ്ട, ഞങ്ങളൊക്കെ വന്ന് ബസ് ഇറങ്ങുമ്പോൾ തന്നെ വണ്ടിക്കാർ നിർത്തി തരും കൂടെ ഇല്ല. നമുക്ക് വേണ്ട നടന്ന് വീട്ടിലേക്ക് പോവുക. സ്കൂൾ കുട്ടികളെ കണ്ടാലൊന്നും വണ്ടിക്കാർ നിർത്തി തരൂല. അവർക്ക് അവരുടേതായ സമയങ്ങള്, നമുക്ക് നമ്മുടേതായ നടന്നു പോണവർക്കുണ്ടല്ലോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. 100% അശ്രദ്ധ. ഒരാള് ഒരു വണ്ടി പോയി കഴിയുമ്പോൾ സിഗ്നൽ കൊടുക്കാതെ ഓവർടേക്ക് ചെയ്യും. പിന്നെ പോകുന്ന സ്പീഡ് കുറയ്ക്കുകയല്ല, കുറയുമ്പോൾ ഓവർടേക്ക്. അപ്പൊ ഇത് രണ്ടും കൂടെ നടക്കുന്നു, മൂന്നാമത് വണ്ടിയോടെ വരും. അവര് അതാണ് അധികം ആക്സിഡന്റ് ഉണ്ടാകുന്ന കാരണങ്ങള്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, നമ്മുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ വേണ്ടത്. നമ്മുടെ ലൈഫ് നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത്. റോഡിന്റെ പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ ഇടയ്ക്ക് ഇതിപ്പോ ഈ ഇലക്ഷൻ വരും മാത്രമല്ലേ അവർക്ക് ശ്രദ്ധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും അപകടപ്പെട്ട് മരിച്ചു അതിനെ പിന്നെ നോക്കുള്ളൂ. അവര് വെള്ളം അടിക്കാതെ പോകുന്നവരില്ല. ഞാൻ ഓരോരുത്തരുന്നത് ചെറുപ്പൊക്കെ കുഞ്ഞു പിള്ളേർ വരെ പോയി വെള്ളം അടിക്കും. എന്താ ചെയ്യാൻ പറ്റും? സർക്കാർ ബോധവൽക്കരണം ചെയ്യണം. അതാ കൊച്ചു കുടുംബമല്ലേ ബോധവൽക്കരണം ചെയ്യണം പിള്ളേർക്ക്. അപ്പം നല്ലതാവും. റോഡിന്റെ ഓരോരോ പ്രശ്നങ്ങൾ, ഒരു റോഡ് അടച്ച് വേറൊരു റോഡ് വരുമ്പോൾ വേണ്ട പ്രശ്നങ്ങളാണ്. റോഡ് കംപ്ലൈന്റ് ഉള്ള റോഡ് വഴി പോകില്ല, എല്ലാ വാഹനങ്ങളും ഒരു റോഡ് വഴി കയറും. അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ്. ഇവര് ഒന്നുകിൽ ലൈറ്റ് ഡിമ്മോ ബ്രൈറ്റോ അടിച്ചിരിക്കത്തില്ല. ഇപ്പോഴത്തെ ഒട്ടുമുക്കാല വാഹനങ്ങളിലും മറ്റേ LED ലാമ്പുകളാണ്. അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബുൾസൈ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഇപ്പൊ അതില്ല. രാത്രിയൊക്കെ കഴിഞ്ഞാൽ വേറെ നേരെ എതിരെ വന്ന വണ്ടിയൊന്നും കാണാൻ പറ്റില്ല. പേരിനൊരു ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ. പലർക്കും വണ്ടി ഓടിക്കുന്നതിന്റെ ബേസിക് റൂൾസും ട്രാഫിക് നിയമങ്ങളും അല്ലെങ്കിൽ ഏത് രീതിയിൽ എങ്ങനെ പോകണമെന്നുള്ളതിനെ പറ്റിയുള്ള 100% ഐഡിയ ഇല്ലാത്തതാണ് മെയിൻ പ്രോബ്ലം.